ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുഞ്ഞമ്മൈറ്റി. സോ ഗൈസ്, നമ്മളിന്ന് ഡിവിഷൻ ഗെയിം പ്ലേ ആണ് എടുക്കാൻ പോകുന്നത് ഗൈസ്. അപ്പോൾ രണ്ട് കളി നമ്മൾ കളിക്കും. അപ്പോൾ രണ്ട് കളിയുടെയും ഗെയിം പ്ലേ ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. നമ്മളിപ്പോൾ ഡിവിഷൻ 1 1821 നിങ്ങൾക്കൂടെ കാണാം. 55 വിൻ, 42 ഡ്രോ, 54 ലോസ്. അപ്പോൾ അതിൻ്റെ കളിയുടെ മികവ് നിങ്ങൾക്ക് എന്തായാലും മനസ്സിലായിട്ടുണ്ടാവും, ഇത്രയധികം ലോസും ഡ്രോയൊക്കെ ആയപ്പോൾ. അപ്പോൾ നമുക്ക് തുടങ്ങാം ഗൈസ്. അപ്പോൾ നമ്മുടെ ഡിവിഷൻ ഗെയിം പ്ലേ ഡിവിഷൻ 1 ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ആദ്യമായിട്ട് അടിച്ചെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗൈസ്. ഓക്കെ, അപ്പോൾ ആ വീഡിയോ കാണാത്തവർ ജസ്റ്റ് ഒന്ന് പോയി നമ്മുടെ ചാനൽ ചെക്കൗട്ട് ചെയ്താൽ ആ വീഡിയോ കാണാം ഗൈസ്. അപ്പോൾ നമ്മളിപ്പോൾ എല്ലാ ദിവസവും ഇങ്ങനെ ഇടുന്നുണ്ട് ഗൈസ്. അപ്പോൾ നാളെ തൊട്ട് നമ്മുടെ പ്ലസ് വണ്ണിലേക്കാണ് കേട്ടോ ഗൈസ് ഞാൻ. അപ്പോൾ നാളെ തൊട്ട് നമ്മുടെ പ്ലസ് 1 ക്ലാസ് തുടങ്ങാണ്. അപ്പോൾ നാളെ തൊട്ട് ഇനി ഓരോ കളി മാത്രമാണ് നമ്മൾ കളിക്കുള്ളൂ ഗൈസ്. മുടക്കുള്ള ദിവസം മാത്രം 2 കളി, അതായത് ശനി ഞായറും മുടക്കുണ്ടെങ്കിൽ നമ്മൾ 2 കളി, അല്ലാത്ത ദിവസം സ്കൂളിലെ ദിവസം 1 കളി വെച്ച് അപ്ലോഡ് ചെയ്യും ഗൈസ്. അപ്പോൾ പഠിക്കാനൊക്കെ കുറേ ഉണ്ടാവും. പ്ലസ് 1 ബയോമാക്സ് ആണ് ഗൈസ്. ഓക്കെ, അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ടാവും. അപ്പോൾ അത് കാരണം ഓരോ ഗെയിം പ്ലേയെ സ്കൂളിലെ ദിവസം ഉണ്ടാവുള്ളൂ, സ്കൂളില്ലാത്ത ദിവസം 2 ഗെയിം പ്ലേസ് ഉണ്ടാവും. അപ്പോൾ 3229 4-2-2 ബാക്ക് ആൻഡ് ബോവർ ലോങ് ബോൾ കൗണ്ടർ സെറ്റ് ടീമായിട്ടാണ് അവൻ വരുന്നത്. ഓക്കെ, നമ്മുടെ ഇതുകാട്ടും ബെസ്റ്റ് ടീമാണ്, പക്ഷെ എന്നാലും അവൻ്റെ ടീം കാണുമ്പോൾ ഒരു പവർ തോന്നിക്കുന്നുണ്ട് ഗൈസ്. ഓക്കെ, നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ മാച്ച് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ഇന്നലത്തെ കളി ഫ്രാൻസ് 1-0 ജയിച്ചിട്ടുണ്ട് കേസ്. പക്ഷേ ഞാൻ ഇന്നലെ കളി കണ്ടു. വലിയ കളിയൊന്നും കളിച്ചിട്ടില്ല കേസ്. എന്ന് വെച്ചാൽ പരാഗ്വയ് ഇറങ്ങുമ്പോൾ തന്നെ വിചാരിച്ചത് പെനാൽറ്റി ആക്കാൻ തന്നെയാണ്. അതുകൊണ്ട് അവരെ ഫോർമേഷൻ 5-4-1 ആയിരുന്നു. മറ്റേ പെനാൽറ്റി ഡിഫെൻസീവ് ഫോർമേഷൻ ആയിരുന്നു. അവർക്ക് ഗോൾ അടിക്കാനുള്ള ഒരു പ്ലാനും ഉണ്ടായിരുന്നില്ല. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഡെസീരിയ ഡുവോ 3 ആളെ ഡ്രിബിൾ ചെയ്തു, 4ാമത്തെ ആളെ ഡ്രിബിൾ ചെയ്തപ്പോൾ പെനാൽറ്റി കൺസിഡർ ചെയ്യേണ്ടി വന്നു. വെറുതെ കൺസിഡർ ചെയ്തതാണ്, അത് പന്ത് ശരിക്കും പോകേണ്ടതായിരുന്നു. അപ്പോൾ അങ്ങനെ എംബാപ്പെ അടിച്ച്, എംബാപ്പെ ഇപ്പം മെസ്സിയുടെ ഒപ്പം എത്തിയിട്ടുണ്ട് വീണ്ടും. എംബാപ്പെ നല്ല പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് ഗൈസ് മെസ്സിക്ക്. അപ്പോൾ നമ്മുടെ ഗെയിം ഇവിടെ സ്റ്റാർട്ട് ആയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഹാളൻഡ് ടു എഡ്മിൽസൺ ടു ജോഡി ആൽബ ടു സ്വിച്ച് ഓവർ ടു ഹാളൻഡ്. ഓക്കെ, പന്ത് പോയി ഗൈസ്. ഓക്കെ, പന്ത് ഇവിടെ നമ്മൾ നഷ്ടപ്പെട്ടു, കിട്ടിയില്ല. ഓക്കെ, നമുക്ക് ത്രോ ഇനുണ്ട് ഗൈസ്. അപ്പോൾ ഫ്രാൻസ് ജയിച്ചിട്ടുണ്ട്, പക്ഷെ അത്ര വലിയ കളി കളിച്ച് ജയിച്ചൊന്നും പറയാൻ പറ്റില്ല. ഇത്ര നാളത്തെ അവരെ കളി വെച്ച് നോക്കുമ്പോൾ ഇന്നലത്തെ കളി ഭയങ്കര മോശമായിരുന്നു. പക്ഷെ എന്താ, അത് നമ്മുടെ പരാഗ്യം മൊത്തം ഡിഫെൻസീവ് ആയിരുന്നു, അതുകൊണ്ടായിരിക്കാം. ബറേസിക്ക് ഫിസിക്കൽ കോണ്ടാക്റ്റ് ഇല്ലാതെ പോകും. ഓക്കെ, ബറേസി തിരിച്ചെടുക്കുന്നു. നമ്മുടെ സ്വന്തം എൻ്റെ മുത്തുമണി ബറേസി ഒരിക്കലും ചതിക്കില്ല എന്നുള്ള വാദം. ആ ത്രൂ ഒരു നല്ലൊരു പ്ലെയറാണ് ഇടണമെന്ന് വെച്ചാൽ ആ ത്രൂ എന്തായാലും കയറിയാണ് ഗൈസ്. നമ്മൾ ഇവനായിട്ട് പോയി. ഓക്കെ, ബെറ്റിസ്റ്റൂട്ട അത് ഓടിയത് റെഡി ആയിട്ടില്ല ഗൈസ്, അതാ പ്രശ്നമായി. ഓക്കെ, ലൂയിസ് ഡയാസിൻ്റെ കയ്യിലാണ് കേട്ടോ ഗൈസ്. നമ്മൾ പ്രസ് ചെയ്യില്ല. ഓക്കെ, പ്രസ് ചെയ്യാണ്ട് ഇപ്പോൾ ബോൾ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ബെറ്റിസ്റ്റൂട്ട നമുക്കൊരു കോർണർ കിട്ടാൻ വേണ്ടി അടിക്കാം ഗൈസ്. കോർണർ. ഓക്കെ ഗൈസ്, ഓഫ് സൈഡ് അല്ലേ, പെനാൽറ്റി ആണെന്ന് വിചാരിച്ചു. കുറച്ച് പവറിൽ അടിച്ചാൽ മതിയായിരുന്നില്ല സ്കോൾസിന് വെച്ചിട്ട്. ഗൈസ്, നമ്മൾ ഒരു നല്ലൊരു അവസരം കളഞ്ഞു. ഞാൻ കോർണർ കിട്ടാൻ വേണ്ടിയാണ് മെയിനായിട്ട് അടിച്ചത്, പക്ഷെ കോർണർ പോയിട്ട് ഒന്നും കിട്ടിയില്ല ഗൈസ്. ബെറ്റിസ്റ്റൂട്ടയ്ക്ക് കിട്ടിയില്ല ഗൈസ്. നല്ലൊരു അവസരം തന്നെ ഉണ്ടായിരുന്നു അവിടെ. ഓക്കെ, സ്കോൾസ്, ബെറ്റിസ്റ്റൂട്ട ഡബിൾ ടച്ച് ആൻഡ് ബൂം. ഏത് ഉഗാണ്ടൊക്കെയാണ് ഗൈസ്. കമോൺ എർലിംഗ് ഹാലൻഡ്. ഒലിവർ കാൻ ടു ഇൻസാഗിലോട്ടാണ് പോകുന്നത്. ഓക്കെ, നമുക്ക് കിട്ടിയിട്ടില്ല ഗൈസ്. ഓക്കെ, ഇൻസാഗി അഡ് ചെയ്തു. ബറേസി നമ്മളെ പറഞ്ഞില്ലേ, ഏരിയയിൽ ഭയങ്കര വീക്കാണ് ബറേസി. ഓക്കെ, ഇൻസാഗി. ഓക്കെ, കെല്ലിന് ക്ലിയർ ചെയ്ത. ഓക്കെ, ഹാളൻഡ് ചെയ്യുന്നുണ്ട് ഗൈസ്. ഓക്കെ, മത്യൂസിൻ്റെ നല്ലൊരു ത്രൂ ബോൾ. ഗൈസ്, ഇടക്കാലിട്ട് കൊണ്ട് കോസ്റ്റകട്ട എടുത്തിട്ടുണ്ട്. ഓക്കെ, ലൂയിസ് ഡയാസ്. ഓക്കെ, നമ്മൾ മത്തൗസ് എടുത്തിട്ടുണ്ട്. മത്തൗസ് ടു കൈസേഡോ. ഓക്കെ, കിട്ടിയിട്ടുണ്ട്. അവിടെ വെച്ച് പോയി ഗൈസ്. ഓക്കെ, എടുക്ക്. ഓക്കെ, ഹാളൻഡിലോട്ടാണ് ഉദ്ദേശിച്ചത് ഗൈസ്, പക്ഷെ പോയത് ബെറ്റിസ്റ്റൂട്ടയിലോട്ടാണ്. ഓക്കെ, ഹാളൻഡ് ഡബിൾ ടച്ചാണ് ഉദ്ദേശിച്ചത് ഗൈസ്. എന്താണ് ഈ അഡ്വാൻസ്ഡിൻ്റെ ഭയങ്കര പ്രശ്നമാട്ടോ ഗൈസ്, എനിക്കത് ഇഷ്ടമല്ലേ അത്. ഓക്കെ, ഡബിൾ ടച്ച് ആൻഡ് ബൂം. അത് വെറുതെ നമ്മൾ കോർണർ കിട്ടാൻ വേണ്ടി അടിക്കുന്നതാണ്, പക്ഷെ ഒന്ന്
അതൊരു പ്രശ്നമുള്ള സിറ്റുവേഷനാലോ അത് ഗോൾ കിട്ടാൻ നല്ല ചാൻസ് ഉണ്ട് ഗൈസ്. ഓക്കെ, മത്തൗസ് ലൂയിസ് ഡയാസ്. ഓ ഗൈസ്, സേവ് ഗൈസ്, ഭാഗ്യമുണ്ടോ. ഞാൻ ലൂയിസ് ഡയസ് തിരിഞ്ഞില്ല ഗൈസ്. ഓക്കെ, ഒലിവർക്കാരൻ്റെ വക മിനിമം സേവാണ് നമ്മളിവിടെ കണ്ടത്. ഗൈസ് സ്റ്റിൽ നില്ലാണ് ഗൈസ്, നിൽ. ഓക്കെ, അവൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മൾ ജസ്റ്റ് പോസ്റ്റ് ചെയ്താട്ടോ ഗൈസ്. അവൻ പോസ്റ്റ് ചെയ്തപ്പോൾ നമ്മൾ നിങ്ങളെ വെറുതെ ബോറടിപ്പിക്കേണ്ട വെച്ചിട്ട് പോസ്റ്റ് ചെയ്താണ്. ഓക്കെ, ലമീനത്തോ യമാലിൻ്റെ ഒരു കോർണറായിരുന്നു. ഓക്കെ, ബറ്റിസ്റ്റൂട്ട. ഓക്കെ, ഇറ്റ്സ് ലമീൻ യമാൽ. ഓക്കെ, പന്തെടുത്തിട്ടുണ്ട്. ജോഡി ആൽബ ക്ലിയർ. ഹാളൻ്റെ അടി ചെയ്തു എന്ന് പറയാൻ പറ്റില്ല, എന്നാലും അടി ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഡയസിൻ്റെ ഒരു ബോൾ പൊസിഷൻ. ഓക്കെ, ടോറസ് പണി തന്നു ഗൈസ്. ഇങ്ങനെ ഡിഫെൻഡ് ചെയ്യാൻ എനിക്ക് തീരെ പറ്റില്ല ഗൈസ്. ഇവൻ നല്ല കിട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പം നമുക്ക് ഗോള് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഫെർണാൻഡോ ടോറസ് ഹാളൻഡിലോട്ടൊരു എണ്ണം പറഞ്ഞ ബോള് ബറ്റിസ്റ്റൂട്ടയ്ക്ക് കൊടുക്കാൻ സാധിച്ചില്ല. ഹാഫ് ടൈം, ഇറ്റ്സ് 1-0. ഓക്കെ, കുഴപ്പമില്ല. നമുക്ക് സെക്കൻഡ് ഹാഫിൽ ട്രൊസാർഡിന് വെച്ച് കംബാക്ക് അടിക്കാൻ നോക്കാം ഗൈസ്. ഓക്കെ, ട്രൊസാർഡ്, റൗൾ. ഓക്കെ, നഗാട്ടോമ വരട്ടെ ഗൈസ്. അപ്പോൾ പിന്നെ അക്കഞ്ചി വരട്ടെ. അക്കഞ്ചി ഡിഫൻസീവ് ഫോർ നാഗാട്ടോമ. ഓക്കെ, നമുക്കിവിടെ റെഡി കൊടുക്കാം ഗൈസ്. ഒക്കെ അപ്പം വരട്ടെ ഗൈസ്. ഓക്കെ, അപ്പോൾ 1-0 ആണ്, അവൻ ലീഡാണ്. നമ്മൾ പ്രസ് ചെയ്യാണ്ട് കിട്ടിയൊരു ഗോളാണെന്ന് തന്നെ പറയേണ്ടി വരും. അതുതന്നെയാണ് ഞാൻ പറയുന്നത്, പ്രസ് ചെയ്യാണ്ട് കിട്ടിയ ഗോൾ തന്നെയാണ്. അവൻ സിമ്പിളായി കളിച്ചടിച്ചു എന്ന് വേണം പറയാൻ. ഓക്കെ, അവൻ്റെ ടച്ചോടുകൂടി സെക്കൻഡ് ഹാഫിന് തുടക്കം. നമ്മൾ അറ്റാക്ക് ലെവൽ 1-ലിട്ടുണ്ടോ ഗൈസ്? എന്താ വെച്ചാൽ സെക്കൻഡ് ഹാഫ് ആയില്ല, ഇനി കുറച്ച് നേരം കുറവുണ്ടാവും എങ്ങനെ പോയാലും അടിക്കാൻ. ഓ, അവരെ നല്ല സ്പേസ് ആയി ഗൈസ്. അക്കഞ്ചി എടുത്തിട്ടുണ്ട് ഗൈസ്. ഓക്കെ, അക്കഞ്ചി എടുത്തിട്ടുണ്ട്. ഓക്കെ, മത്തൗസ്. ഓ, ഫിസിക്കലി മത്തൗസ് സ്ട്രോങ് ആയിരുന്നില്ല ഗൈസ്, അതാണ് പ്രശ്നം. ഓ, അത് കിട്ടില്ല. അത് കിട്ടിയ കുറച്ചുകൂടെ നേരത്തെ ഡബിൾ ടച്ച് ഇടാൻ മതിയായിരുന്നു അല്ലേ? കൈസൈഡ്. ഓക്കെ, കൈസൈഡ് എടുത്തിട്ടുണ്ട്. ഓക്കെ, ലിയാൻഡ്രോ ട്രൊസാർഡ്. ഓ, റൈറ്റ് കാർഡ് ഇൻ പൊസിഷൻ. ഓ, നമുക്ക് കിട്ടണില്ലല്ലോ ഗൈസ് പന്ത്. ഓക്കെ, ഇൻസാഗി. ഓക്കെ, കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഫസ്റ്റ് ടൈം പാസ് ഇടാണ്ടാണ് ഗൈസ് പ്രശ്നം തന്നെ. ഓക്കെ, ഓ ഗൈസ് കിട്ടിയില്ല ഗൈസ്. അത് കിട്ടിയില്ല. എഡ്മിൽസൺ കിട്ടാൻ നോക്കാം. ഓക്കെ, ലൂയിസ് ഡയസ് ആക്സലറേഷൻ ബേസ്റ്റ് ആണ് അവിടെ കണ്ടത്. ഓക്കെ, ബോൾ പൊസിഷനിങ് ആണ് അവൻ. ബോൾ ഹോൾഡിങ്, ബോൾ പൊസിഷൻ വെച്ച് കളിക്കുകയാണ് ഗൈസ്. അപ്പോൾ ലൂയിസ് ഡയസ്. ഓക്കെ, നമ്മളെടുത്തിട്ടുണ്ട് ഗൈസ്. കൈസൈഡ്, റൗൾ. ഓ, റൗൾ. ഒലിവർക്കാൻ ക്ലിയർ ചെയ്തു ഗൈസ്. നമുക്ക് കിട്ടിയെന്ന് പെട്ടെന്ന് വിചാരിച്ചു. മണ്ടത്തരം കാണിക്കല്ലേ. ഓക്കെ, ഡബിൾ ടച്ച് ആൻഡ് ബൂം. ഓ, ഫുള്ള് ഡബിൾ ടച്ച് ഇട്ടില്ല ഗൈസ്, അതാണ് പ്രശ്നമായി. പക്ഷേ കോർണർ നമുക്ക് എങ്ങനെ അടിക്കാൻ നോക്കാം ഗൈസ്. ഓക്കെ, കോർണർ ഇത് ഗോളാണ് ഗൈസ്. ഓക്കെ, ഇറ്റ്സ് 1-1. ഓ, ബുള്ളറ്റ് പോലെയാണ് കേട്ടോ വന്ന ഗൈസ്. നഗാട്ടോമോ അത് കളഞ്ഞ. എന്ത് സിമ്പിൾ അവസരം ഗൈസ് അത്. ഇതിന് നല്ല അവസരങ്ങൾ സ്വപ്നങ്ങളിൽ മാത്രം. ഓക്കെ, ബറേസി. ഓക്കെ, നഗാട്ടോമോ തേണ്ടി. റൗൾ എടുത്തതാ. പക്ഷെ ഇനി പ്രസ് ചെയ്യാൻ കഴിച്ചു, എല്ലാം കാര്യമില്ല. ഓ, പ്രസ് ചെയ്ത് അങ്ങനെ പന്ത് പോകും, അതാ പ്രശ്നം. ഓ, എഡ്മിൽസൺ ഭയങ്കര കളിയിലോ ഗൈസ്. ഓക്കെ, ബറേസി ഇൻ പൊസിഷൻ ട്ടാ. കൈസൈഡ്, മത്തൗസ്. ഓ, നമ്മുടെ ഈ കളി തോറ്റിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അടുത്ത കളി നോക്കാം നമുക്ക് എന്തായാലും. ഓക്കെ ഗൈസ്, തോറ്റിട്ടില്ലേ. ഫൗൾ. ഓക്കെ, ഫൗളാണ് ഗൈസ്. ഓക്കെ, ഒരു യെല്ലോ കാർഡ് നമ്മുടെ റൈക്കഡിന് കിട്ടിയിട്ടുണ്ട്. റൈക്കഡ്. അപ്പോൾ ഈ കളി തോറ്റെന്നാണ് തോന്നുന്നത്. ഓക്കെ, കൈസൈഡ്
ജോർജിയോ കെല്ലിനി, കൈസേഡോ, ട്രൊസാഡ്. ഓ ഗൈസ്, സുവർണ അവസരമാണ് ട്രൊസാഡ് അവിടെ അടിക്കാണ്ട് വിട്ടത്. ലൂയിസ് ഡയാസ്, ഓക്കെ, ബറേസി, അക്കഞ്ചി വീണ്ടും പോയി. അത് അങ്ങോട്ട് നല്ല കൊടുത്തേ, അതാണ് വേറെ കാര്യം. പന്ത് പോകാനുള്ള മെയിൻ കാരണം അതാ. ഓക്കെ, ലമിനിത്തോ യമാൽ. ഓക്കെ, പോയിന്റ് കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. അപ്പോൾ 1-0 നമ്മൾ തോറ്റുണ്ട്. സുവർണ അവസരങ്ങളൊക്കെ നമ്മൾ നന്നായി മിസ് ചെയ്തു, അതാണ് പ്രശ്നമായേ. ട്രൊസാഡൊന്നും അടിക്കാണ്ട് പോയി. നമുക്ക് അടുത്ത കളി നോക്കിയേക്കാം. എങ്ങനെ പോയാലും 21 മൈനസ് കിട്ടി, അപ്പോൾ സന്തോഷമായിട്ടുണ്ട് ഏകദേശം. അപ്പോൾ അടുത്ത കളി ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഓക്കെ, സോ ഗൈസ് നമ്മളിവിടെ രണ്ടാമത്തെ കളി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ചെക്കിങ് കണക്ഷൻ സ്റ്റാറ്റസ് ആണ്. ഓക്കെ, അപ്പോൾ ഈ കളി ഇങ്ങനെ ജയിക്കണം ഗൈസ്. ഇപ്പോൾ എല്ലാ കളി ഇങ്ങനെ തോറ്റ് ഇവിടെ എത്താനാണ്. എന്തായാലും ഡിവിഷൻ 1 ഇറങ്ങില്ല, അതാണ് എൻ്റെ ഒരു ആത്മവിശ്വാസം. പക്ഷെ ഇങ്ങനെ കളിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം 55 പിന്നെ 55 ലോസും 42 ഡ്രോയാണ് ഗൈസ്. ഇവിടെ നല്ലൊരു നല്ല റേറ്റിങ്ങും 2145. എൻ്റെ പൊന്നെ, എന്തൊരു പ്രോഡാവാ. അപ്പോൾ റേറ്റിംഗ് അവൻ്റെ ടീം സ്ട്രെങ്ത്തും കണ്ട. അപ്പോൾ ഈ കളി തോറ്റുവെന്ന് ഞാൻ ഉറപ്പിച്ചു. നിങ്ങൾക്ക് ഉറപ്പിക്കണമെങ്കിൽ എൻ്റെ കളി ഒന്ന് കണ്ടു നോക്കാം. 4-3-3 മിഡ് കട്ട സ്ട്രോങ് ആട്ടോ ഗൈസ്. മിഡ് കിടക്കില്ല എന്നാണ് എൻ്റെ ഒരു തോന്നൽ. പിന്നെ നല്ല ടീം സ്ട്രെങ്ത്. 4-3-3 ആകുമ്പോൾ 3094. റിയോ ഫെർഡിനൻഡിനൊന്നും ഇറക്കണില്ല അവൻ. വരാനേന്ന് ഇറക്കണേ റിയോ ഫെർഡിനൻഡ്, ബെസ്റ്റ് ബിൽഡപ്പ് ഇൻ ഈ ഫുട്ബോൾ ഹിസ്റ്ററി, റിയോ ഫെർഡിനൻഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ കളി തോറ്റു ഗൈസ്. ഓക്കെ, അപ്പോൾ അടുത്ത കളി ഇനിയുള്ള നാളത്തെ വീഡിയോയിലെങ്കിലും കളിയിൽ ജയിക്കാൻ നോക്കണം. അപ്പോൾ ഞാനിത് കഴിഞ്ഞാൽ എന്തായാലും കുറച്ച് കളിയാണ് കളിക്കും, നോക്കട്ടെ. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിവിഷൻ 1 അടിച്ചിട്ടുണ്ട്, അതൊരു ഡ്രീം കംപ്ലീറ്റ് ആയി. ഇനി വെറുതെ അങ്ങനെ കളിച്ച് പോകാമല്ലോ. നല്ലൊരു മാനേജർ വേണം. 90 പ്രൊഫഷൻസിൽ ഒരു ലോങ് ബോൾ കൗണ്ടർ മാനേജർ വരാൻ ഞാൻ അടുത്താണ് ഗൈസ്. അത് വന്നാൽ ഞാൻ എടുക്കും. എനിക്ക് റൂബൻ അമോറമൊന്നും പറ്റണില്ല ഗൈസ്, തീരെ കളിക്കാൻ ഒരു സുഖമില്ല. ഓക്കെ, ബാറ്റിസ്റ്റൂടെ ഡബിൾ ടച്ച് ആൻഡ് ബൂം. ഓക്കെ, കോർണർ കിട്ടിയിട്ടുണ്ട് ഗൈസ്. കോർണറിന് വേണ്ടിയിട്ട് ഞാൻ അടിച്ചത്, കോർണർ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, കോർണർ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്ന ഏകദേശം ഉറപ്പായ കാരണമാണ് കോർണർക്ക് വേണ്ടി അടിച്ചത്. ഓക്കെ, അപ്പോൾ നോക്കി നോക്കാം. ലോത്തർ മത്തൂസാണ് എടുക്കുന്നത്. അപ്പോൾ നല്ലൊരു കോർണർ തന്നെ മത്തൂസ് അടിക്കുമെന്ന് വിചാരിക്കാം. ഓക്കെ, കോർണറിൻ്റെ വരുന്നുണ്ട് ഗൈസ്. ഓക്കെ, ഹുക്സണും ഹാളൻ്റൊക്കെ പോസ്റ്റിലുണ്ട്. ഓക്കെ, ആരെങ്കിലും ഒരാൾ ഹുക്സൺ വന്നതായിരുന്നു, പക്ഷേ ഒത്തിയില്ല. ഓക്കെ, ഡബിൾ ടച്ച് സ്കോൾസിൻ്റെ ഡബിൾ ടച്ച് ആൻഡ് ബും അടിക്കാനുള്ള ശ്രമമായിരുന്നു. ഓക്കെ, അവൻ്റെ സ്കോഡ് സ്ട്രെങ്ത്തിൽ അവൻ്റെ പാസ്സൊക്കെ കറക്റ്റ്. ഇത് പണിയാന്ന് തോന്നുന്നുണ്ട് ഗൈസ്. ഓക്കെ, ഡബിൾ ടച്ച്. മൾഡീനി മുന്നിൽ കയറി നിന്ന് എടുത്തിട്ടുണ്ട് ഗൈസ്. ഓക്കെ, അവൻ്റെ ടീമിൻ്റെ പവർ എന്തായാലും അവനുണ്ടാവും. പോണു. ഓക്കെ, എടുത്തിട്ടുണ്ട് നമ്മൾ. അവനത്ര കളിക്കാൻ എന്തായാലും അറിയണ്ടാവും ഗൈസ്. ഓക്കെ, അവൻ്റെ റേറ്റിംഗ് ഉണ്ടായിരുന്നു 2145. പ്രൈസിങ് ആയിരുന്നു. ഗോൾ കീപ്പറിന് പ്രെഡിക്റ്റ് ചെയ്യാൻ അത്ര പറ്റില്ല, എന്നാലും മോളിയോടെ പോയി ഗൈസ്. ഓക്കെ, അപ്പോൾ 0-0 കുഴപ്പമില്ല. നമ്മൾ ആദ്യം തന്നെ അവനൊരു പ്രഷർ കൊടുക്കുന്നുണ്ട്. 2145 റേറ്റിംഗ് ഉള്ളവനും 1800 റേറ്റിംഗ് ഉള്ളവനും തമ്മിലുള്ള കളി. എന്നിട്ട് നമ്മളാണ് ആദ്യം അറ്റാക്ക് ചെയ്യണം. അപ്പം നമ്മൾ കളിക്കുന്നുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, നമ്മുടെ കയ്യിലാണ് കൂടുതൽ സമയം പന്ത്. ഓക്കെ, വീണ്ടും നമ്മുടെ കയ്യിൽ തന്നെ. ഓക്കെ, വീണ്ടും അടിച്ചു. കോർണർ കിട്ടും. കോർണർ ഇതാ പീറ്റേഴ്സ് മൈക്കിൾ. കോർണർ വേണ്ടിയിട്ടാണ് അടിക്കണേ. അപ്പോൾ കോർണർ തരണ്ടേ. ഓക്കെ, അത് മൂഞ്ചിന്ന് ഉറപ്പാണ്. അവൻ്റെ മിഡ് അത്രയ്ക്ക് സ്ട്രോങ് ആണെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ഓക്കെ, അപ്പോൾ പൊട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് ഡിഫൻസ്. കെലിനി കൈസൈഡ് എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ക്ലിയർ ചെയ്യാം. എവിടെയിട്ട് കളിപ്പിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഹെഡ് ആദ്യം തന്നെ അമർത്തിയതായിരുന്നു, അത് വന്നില്ല. ഓക്കെ, നല്ല പൊസിഷനിങ്. ഓക്കെ, ബാറ്റിസ്റ്റൂട്ട വിത്ത് എ ബാങ്ങർ ഗൈസ്. നല്ലൊരു ബിൽഡപ്പ് ഗോളായിരുന്നു ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം തന്നെ സ്കോർ ചെയ്തിട്ടുണ്ടോ ഗൈസ്. 23-ാം മിനിറ്റിൽ ബാറ്റിസ്റ്റൂട്ട ഹാളണ്ടിന് നല്ലൊരു ത്രൂ പാസ് അങ്ങനെ തിരിഞ്ഞിട്ട് അങ്ങോട്ട് കൊടുത്തു ഗൈസ്. നല്ലൊരു കളിയാണ് നമ്മളവിടെ കളിച്ചത്. ഓക്കെ, ഇത്ര വലിയ പ്രോ ഓപ്പണിൻ്റെ മുന്നിൽ നമ്മളിത് ലീഡ് എടുത്തിട്ടുണ്ട് ഗൈസ്. ഓക്കെ, നമുക്ക് നോക്കാം ഇനി നമ്മൾ ലീഡ് തുടരാൻ പറ്റുമെന്ന്. ഓക്കെ, നെയ്മാർ ജൂനിയർ. ഓക്കെ, നമ്മുടെ കയ്യിൽ പന്ത് കിട്ടിയിട്ടുണ്ട്. ബാറ്റിസ്റ്റൂട്ട. ഓക്കെ, ബാറ്റിസ്റ്റൂട്ട. മെഹദി ബനാഷ്യ ന്യൂ സെൻട്രൽ ബാക്ക്. ഓക്കെ, എടുത്തിട്ടുണ്ട്. ക്ലിയർ ചെയ്യാം ഗൈസ്. വെറുതെ ഇട്ട് കളിപ്പിച്ച് കളയണ്ട. ആളൻ്റെ ഹൈറ്റ് ഒക്കെ ഉണ്ട്, പക്ഷെ എന്താണെന്ന് അറിയാം, ജമ്പിങ് ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നം. ഓക്കെ, അസാഡ് കൊടുത്തിട്ടുണ്ട് ഗൈസ്. സേവ് ഗൈസ്. ഗ്ലിച്ച് സേവുമായി ഒലിവർ കാൻ.
ഒലിവർ ഖാൻ ഒരു സേവ് ഇട്ടുകൊണ്ട് നമ്മളെ രക്ഷിച്ചു. ഓക്കെ, അപ്പോൾ പരിക്കാണ് പോയത്. അപ്പോൾ നോക്കാം നമുക്ക് എന്തായാലും കോർണർ എങ്ങനെയുണ്ട് നോക്കാം. അവൻ്റെ ആൻഡ്രി പിർലോയാണ് എന്തായാലും ഉള്ളിലേക്ക് നല്ലൊരു സാധനം വരും. ഓക്കെ, ക്ലിയർ ചെയ്യുന്നുണ്ട് കേസ്. ഓക്കെ, ക്ലിയർ മൾഡീനി ക്ലിയർ. കളിക്കില്ല നെയ്മർ. ഓക്കെ, കിട്ടിയിട്ടുണ്ട്. ഇല്ല കേസ്, ഒലിവർ ഖാൻ അതിനകത്ത് ഗ്ലിച്ച് സേവ് 106 റേറ്റഡ് ഓവർ പവർ ഖാൻ. ഓക്കെ, ഒലിവർ ഖാൻ സെറ്റാണ് കേസ്. കുറേ പേര് ഒലിവർ ഖാനെ വിമർശിക്കുന്നവരുണ്ട്. പക്ഷേ ഇടയ്ക്ക് ഒരു മണ്ടക്കളി കളിക്കും. എന്നാലും ഇപ്പോൾ ചെയ്തൊക്കെ നല്ല ഗ്ലിച്ച് സേവ് തന്നെയാണ് കേസ്. അത് എളുപ്പമുള്ള സേവുകളല്ല അത്ര. നമ്മുടെ ബിഗ് മാൻ ഒലിവർ ഖാൻ അത് വെറുതെ പാസ് ഫസ്റ്റ് ടൈം ഇടാണ്ടേ വെറുതെ നമ്മൾ കളഞ്ഞാട്ടോ കേസ് അത്. ഓക്കെ, ലൂയിസ് സുവാരസ്. ഓക്കെ, വിത്ത് എ ബാങ്ങർ ലൂയിസ് സുവാരസ്. ഒലിവർ ഖാൻ സേവ് ചെയ്യാൻ പറ്റിയില്ല വിത്ത് എ ലോ സ്ക്രീമർ. ഹിറ്റ്സ് 1-1 കൈസേഡ് ഹാളൻ റെഡി. ഓക്കെ, ഡബിൾ ടച്ച് എവിടെ? ഡബിൾ ടച്ച് ഓക്കെ. Oh guys, it's Erling Haaland with a mass return and a boom to Schmeichel's post and a വെടിച്ചൊരു സാധനമായി എർലിംഗ് ഹാളൻഡ് നമ്മളെ വീണ്ടും രക്ഷപ്പെടുത്തുന്നു, വീണ്ടും ലീഡ് എടുത്തു തരുന്നു. ഓക്കെ, ഇറ്റ്സ് ഗോൾസ്. ബറ്റിസ്റ്റൂട്ട റണ്ണെടുത്ത്. ഓക്കെ, എങ്കടാ ബറ്റിസ്റ്റൂട്ടയ്ക്ക് വെച്ച ബോൾ എങ്ങനെയാണ് ഹാളൻഡിനെ പോണേ? ഓ, നല്ല ഗോളായിട്ടോ ഗൈസ്, നല്ല ഗോളായി, അത് ഇഷ്ടപ്പെട്ടു. നെയ്മർ ജൂനിയർ. ഓക്കെ, വിത്ത് ഹസാർഡ്. കിട്ടിയ എത്ര പെട്ടെന്ന് കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, നമ്മുടെ ഡിഫൻസ് ആട്ട പൊട്ടലം പൊട്ടുണ്ട്. ഹാളൻഡ് നമുക്കൊരു ബാങ്ങർ ഗോളിൽ ലീഡ് എടുത്ത് തന്നപ്പോൾ അവൻ തിരിച്ചു വരുന്നു വീണ്ടും 2-2. ഓക്കെ, അപ്പോൾ നമ്മുടെ ഹാളൻഡിനൊക്കെ മാറ്റാനുള്ള സമയം അതിക്രമിച്ചു. നമ്മുടെ ട്രോസാർഡ്, റൗൾ, ഡൊണാഡോണി, നാഗട്ടോമ ആൻഡ് അക്കഞ്ചി. ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷൻ ഫോർ അക്കഞ്ചി. ഡിഫൻസിൻ്റെ പൊട്ടലാണ് എനിക്ക് ഭയങ്കര രീതിയിൽ പണി തരുന്നത്. ഓക്കെ, ഇറ്റ്സ് 2-2. കളി വാറായിട്ടുള്ള കേസ്. നമുക്ക് ഇനി ഒരെണ്ണം കൂടി അടിക്കാന്ന് വെച്ചാൽ അത്രയും ഇമ്പോസിബിളാണ്. പീറ്റേഴ്സ് സ്മൈക്കിളാണ് പോസ്റ്റിൽ. ഓക്കെ, ഹസാർഡ് അവൻ്റെ കിട്ടിയെന്ന് തോന്നുന്നുണ്ട്. ഇല്ല കേസ്. ഓക്കെ, ആർക്ക് പാസ് കൊടുക്കുക? ഓക്കെ, പാസിൻ ഓപ്ഷൻ നമ്മൾ തന്നെ ഉണ്ടാക്കിയതാണ്. ഓക്കെ, റൗളിൻ്റെ ഒരു നല്ലൊരു റണ്ണ്. റൗൾ എങ്ങനെയൊക്കെ എടുത്താൽ അടിച്ചതായിരുന്നു. കുഴപ്പമില്ല, നല്ല കളി വരുന്നുണ്ട്. അടിച്ചങ്ങ ലീഡ് കിട്ടിയാന് എത്ര പ്രാവശ്യം ലീഡ് കിട്ടി കളഞ്ഞേ തേങ്ങ. കുഴപ്പമില്ല, ഇവൻ്റെ ഒപ്പം ജയിച്ചാൽ നന്നായി റേറ്റിംഗ് കൂടും കഴിച്ചു. 40 ചിലപ്പോൾ കയറും. അത്രയ്ക്ക് റേറ്റിംഗിലായതുകൊണ്ടേ ഇവൻ്റെ ഒപ്പം ജയിച്ചാൽ നല്ലോണം കയറും. ഓക്കെ, കൊടുത്തു. റൗളെ ഒരു ബോംബ്. ഇല്ല ഗൈസ്, സ്മൈക്കിൾ. ട്രോസാറിൻ്റെ പാസ് വെച്ചിട്ടൊരു അടിച്ചാൽ മതിയായിരുന്നല്ലേ. കോർണർ ഗോൾ അടിക്കാൻ നോക്കാം ഗൈസ്. കോർണർ ഇസ് ഓൾവേസ് എ ഗ്ലിച്ച് കോർണർ ഫോർ മീ. ഓക്കെ, നല്ലൊരു സാധനം തന്നെയാണ് മത്യൂസ് വെച്ച് കൊടുക്കുന്നത്. ഓയ്യോ, ഗ്ലിച്ച് ഒലിവർ ഖാൻ സെറ്റ്. അല്ല, പീറ്റേഴ്സ് മൈക്കിളാണ്ടോ? സോറി, ഒലിവർ ഖാൻ പേര് എപ്പോഴും ഒലിവർ ഖാൻ എന്ന് പറഞ്ഞേ. തിരിഞ്ഞും മറിഞ്ഞ് കൈസയുടെ പന്ത് കളഞ്ഞിട്ടും തിരിച്ചെടുക്കുന്നു. കേളടിച്ചാ ഗൈസ്. നമ്മൾ തന്നെ നന്നായി അറ്റാക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷെ കാര്യമില്ല, അറ്റാക്ക് ചെയ്തിട്ട് കാര്യമില്ല ഗൈസ്. ഗോൾ അടിക്കണം. കുറേ പാസ് ചെയ്തിട്ടൊന്നും കാര്യമില്ല. അതവൻ പ്രഷർ ചെയ്ത് വന്നപ്പോൾ പന്ത് പോയി ഗൈസ്. ഓക്കെ, വീണ്ടും കിട്ടിയിട്ടുണ്ട്. നമ്മൾ നല്ല പന്തെടുക്കലാട്ടോ ഗൈസ്. വാട്ട് എ വൺ ടച്ച് പാസ്. അത് ഞാൻ അടിക്കുന്നത് വിചാരിച്ചില്ല കേട്ടോ. ഞാൻ തിരിഞ്ഞിട്ട് അടിക്കാന്ന് വിചാരിച്ചു. ഞാൻ തിരിഞ്ഞില്ല എന്നാലും ഗൈസ് വീണ്ടും നമ്മളിതാ ലീഡ് എടുക്കുന്നു. 3-ാം പ്രാവശ്യം ലീഡ് എടുക്കുന്നു. വീണ്ടും കളയോ? ഇനി വീണ്ടും കളഞ്ഞാൽ പിന്നെ എന്തിനാ ഞാൻ കളിക്കണേ? കൈസൈഡ്, ട്രോസാർഡ്,
ഓക്കെ ട്രോസാണ്ട് റൺ. ഓയ്യോ കിട്ടിയാൻ കേട്ടോ ഗൈസ്. കുഴപ്പമില്ല. നല്ല കളി. ഹെഡ്മിൽസ ബാക്ക് ഇറങ്ങിപ്പോ കിട്ട്. ഹെഡ്മിൽസൺ. ഓ പണി. ആൻഡ്രി പിർലോ. ഇറ്റ്സ് പിർലോ ആൻഡ് ഇറ്റ്സ് അസാഡ്. വാട്ട് ആം ഐ ഡൂയിങ് ഗൈസ്? ഒരടിക്കണോ തിരിച്ചു കിട്ടുന്നു. ഇത് എന്ത് തമാശ കളിക്കുക? ഔ ക്ലാരൻസി ഡോർഫ് ഗൈസ്. അമ്പോ നല്ല കളിയാണ് കേട്ടോ ഗൈസ്. ഇതെന്താ മാതിരിക്ക് പാസ് ഇടാഞ്ഞത്? എന്ത് സുഖം പാസ്സാ. അതൊക്കെ കളഞ്ഞ എങ്ങനെയാ പിന്നെ എന്തിട്ട് കളിക്കണം അവനൊക്കെ? അയ്യോ നെയ്മറാണ്ടോ ഗൈസ്, ഹസാഡാണ്ടോ ഗൈസ്. ഓക്കെ എടുത്തിട്ടോ ഗൈസ്. ഈ കൈസയുടെ ആദ്യം ഓടി കാണിച്ചിട്ട് പിന്നെ ഓടാണ്ടിരിക്കുക. മനുഷ്യനെ പറ്റിക്കണ പോലെ സിമ്പിൾ പാസ്. കൈസേഡോ ഫിനിഷ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായ ഗോളാവില്ല. കോർണറല്ല ഗൈസ്, ത്രോയാണ് ഗൈസ്. സോറി. 86-ാം മിനിറ്റിൽ ഒരു ത്രോ. മൾഡീനി ഇതൊന്നും ചെയ്യാൻ പറ്റില്ല ഗൈസ്. ഇത് ഭയങ്കര ടഫ് തന്നെ. ഓ വരാൻ ഇത് കിട്ടുമോ? ഇനി ഗോള് കിട്ടിയാൽ ഞാൻ തളരും കേട്ടോ ഗൈസ്. ഇല്ല അടിക്കണേ. വാട്ട് ഹാപ്പൻ? ട്രൊസാർഡ് ഫോമാവ് ലിയാൻഡ്രോ ട്രൊസാർഡ്. ഓക്കെ കളി കഴിഞ്ഞിട്ട് 3-3 നമ്മൾ 3 പ്രാവശ്യം ലീഡ് എടുത്ത് കളഞ്ഞു. കുഴപ്പമില്ല, റേറ്റിംഗ് എന്തായാലും കൂടും. എന്താ വെച്ചാൽ അവൻ നല്ല റേറ്റിങ്ങുകളൊപ്പം ഉണ്ട്. അവൻ്റെ ഡിക്രീസ് ആവും എന്തായാലും. പാവം പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ നമ്മുടെ റേറ്റിംഗ് എന്തായാലും കൂടും, അത് ഉറപ്പാണ്. 11 വെച്ച് കയറി, ജയിച്ചടുത്ത് കയറിയില്ല. അവൻ ഡിവിഷൻ അവൻ എത്ര റാങ്ക് വരെ എത്തിയിട്ടുണ്ട്? 61,000 റാങ്ക് എത്തിയിട്ടല്ലോ. ഇപ്പം തന്നെ അവൻ 2,000 ഉണ്ടല്ലോ. നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് ഗൈസ്. അപ്പോൾ അല്ല ഗൈസ്, എല്ലാവർക്കും ബൈ.